മഹാത്മാഗാന്ധി കേരളത്തിലേക്ക് ഒന്നോ രണ്ടോ തവണയല്ല 5 തവണയാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ വരവിനും പിന്നിലും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ യാത്രകൾ ഒരു വലിയ കഥയാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് ആ കഥ കേട്ടു തുടങ്ങാം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ? എന്തിനായിരുന്നു ഗാന്ധിജി ഇങ്ങനെ 5 തവണ കേരളത്തിലേക്ക് തന്നെ വന്നത്? ഓരോ യാത്രയ്ക്ക് പിന്നിലെയും യഥാർത്ഥ കാരണം എന്തായിരുന്നു? വാ, നമുക്ക് ഒരുമിച്ച് അതിന്റെ ഉത്തരം കണ്ടെത്താം. നമ്മുടെ ഈ അന്വേഷണത്തിൽ വഴികാട്ടിയാകുന്നത് ഈ ഒരു ചരിത്രരേഖയാണ്. ഗാന്ധിജിയുടെ ഓരോ സന്ദർശനവും, അത് നടന്ന വർഷവും, എന്തിനായിരുന്നു ആ വരവെന്നും ഇതിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ സന്ദർശനത്തിലേക്ക് പോകാം. ഗാന്ധിജിയുടെ കേരള യാത്രകളുടെ ആദ്യഘട്ടം, അതായത് 1920 മുതൽ 1927 വരെയുള്ള കാലം. ഈ വർഷങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി കേരളം എങ്ങനെ ചിന്തിച്ചു എന്നതിന്റെ നേർക്കാഴ്ചയാണ്. നമ്മൾ തുടങ്ങുന്നത് 1920 നിന്നാണ്, ഗാന്ധിജിയുടെ ആദ്യത്തെ വരവ്. അതെ, 1920 ഗാന്ധിജി ആദ്യമായി കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. രാജ്യത്ത് ശക്തി പ്രാപിച്ചുവരുന്ന ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ നിന്നും വലിയൊരു പിന്തുണ ഉറപ്പാക്കണം. ശരിക്കും പറഞ്ഞാൽ അതൊരു തന്ത്രപരമായ നീക്കം തന്നെയായിരുന്നു. ആ വരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നെന്നറിയാമോ? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒറ്റക്കെട്ടായി നിർത്തുക എന്നതായിരുന്നു അത്. അങ്ങനെ ദേശീയ തലത്തിലുള്ള സമരത്തിന് കേരളത്തിൽ നിന്നും ഒരു വലിയ ഊർജം നേടാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഇനി 5 വർഷം മുന്നോട്ടു പോകാം, 1925ലേക്ക്. ഗാന്ധിജി വീണ്ടും കേരളത്തിലെത്തുകയാണ്. പക്ഷേ ഇത്തവണത്തെ വരവിന്റെ കാരണം രാഷ്ട്രീയമായിരുന്നില്ല, മറിച്ച് സാമൂഹികമായിരുന്നു. അതാണ് ചരിത്രത്തിലിടം പിടിച്ച വൈക്കം സത്യാഗ്രഹം. അയിത്തം എന്ന വലിയൊരു ദുരാചാരത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാകാനായിരുന്നു ആ വരവ്. അപ്പോ ഗാന്ധിജി വന്നതുകൊണ്ട് എന്തു സംഭവിച്ചു? സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള ഈ സമരത്തിന് പെട്ടെന്ന് ഒരു ദേശീയ ശ്രദ്ധ കിട്ടി. അദ്ദേഹത്തിന്റെ പിന്തുണയും ചർച്ചകളിലെ പങ്കാളിത്തവും ആ സമരത്തിനൊരു പുതിയ ദിശാബോധം നൽകി എന്ന് തന്നെ പറയാം. ശരി, ഇനി അടുത്ത സന്ദർശനത്തിലേക്ക് പോകാം. വർഷം 1927. വെറും 2 വർഷത്തെ ഇടവേള. ഗാന്ധിജി വീണ്ടും എത്തി. ഇത്തവണ അദ്ദേഹം ഒരേ സമയം 2 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. 1, സാമ്പത്തിക സ്വാശ്രയത്വം. 2, സാമൂഹിക പരിഷ്കരണം. ഗാന്ധിജി ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഈ 2 ആശയങ്ങളെയും ഒരുമിച്ച് ചേർത്തു. ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാം, ഒപ്പം ഐക്യമില്ലാതാക്കുന്നതിലൂടെ സാമൂഹിക ഐക്യവും. രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. അപ്പോൾ ഇവിടെ വെച്ചാണ് കഥയിലൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത്. ഗാന്ധിജിയുടെ സന്ദർശനങ്ങളെ നമുക്ക് 2 ഘട്ടങ്ങളായി തിരിക്കാം. ആദ്യഘട്ടം കൂടുതലും ദേശീയ സമരവും രാഷ്ട്രീയ മുന്നേറ്റവുമായിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിൽ, ഇനി വരാൻ പോകുന്ന 2ാം ഘട്ടം കേരളത്തിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതായിരുന്നു. അതെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് സാമൂഹിക പരിഷ്കരണത്തിന്റെ കാലഘട്ടമാണ്. ഈ സന്ദർശനങ്ങൾ കേരള സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു. നമ്മൾ എത്തിയിരിക്കുന്നത് 1934 7 വർഷത്തെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഗാന്ധിജി 4ാം തവണ കേരളത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹരിജൻ ഫണ്ട് ശേഖരണമായിരുന്നു. അതായത് അക്കാലത്ത് ഹരിജൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പണം കണ്ടെത്തുക. ഈ യാത്രയുടെ ലക്ഷ്യം വളരെ പ്രായോഗികമായിരുന്നു. സാമൂഹിക സമത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുക മാത്രമല്ല, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുക. അതായിരുന്നു ആ സന്ദർശനത്തിന്റെ കാതൽ. ഒടുവിൽ നമ്മൾ ഗാന്ധിജിയുടെ 5ാമത്തെയും അവസാനത്തെയും കേരള സന്ദർശനത്തിലേക്ക് എത്തുകയാണ്. ഇതൊരു സാധാരണ യാത്രയായിരുന്നില്ല, ഇതൊരു ചരിത്രപരമായ യാത്രയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആഘോഷ യാത്രയായിരുന്നു. കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ സംഭവത്തിന് ശേഷമായിരുന്നു ഗാന്ധിജി അന്ന് വന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ക്ഷേത്രപ്രവേശന വിളംബരമെന്നത് എത്ര വലിയൊരു സാമൂഹിക വിപ്ലവമായിരുന്നു എന്ന്. ഐത്തത്തിനെതിരായ പോരാട്ടത്തിൽ കിട്ടിയ ആ മഹത്തായ വിജയം ആഘോഷിക്കാൻ ഗാന്ധിജി നേരിട്ടെത്തി. ആ ചരിത്ര നിമിഷത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അദ്ദേഹത്തിന്റെ ആ അവസാനത്തെ സന്ദർശനം. അപ്പോ ഈ 5 സന്ദർശനങ്ങളും കഴിഞ്ഞപ്പോൾ എന്താണ് ബാക്കിയായത്? അതിന്റെ സ്വാധീനം എന്തായിരുന്നു? നമുക്ക് ചുരുക്കത്തിലൊന്ന് നോക്കാം. നമ്മൾ ഈ കണ്ട യാത്രകളിലൂടെ ഗാന്ധിജിയുടെ കേരളത്തോടുള്ള ബന്ധം എങ്ങനെയാണ് മാറിയതെന്ന് വ്യക്തമാണല്ലേ? ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ തുടങ്ങി കേരളത്തിലെ ഏറ്റവും ആഴത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു പരിഷ്കർത്താവായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ വരവുകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ മായാത്ത മുദ്രകൾ പതിപ്പിച്ചു. ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ ചരിത്രത്തിന് ഇന്നെന്ത് പ്രസക്തിയാണുള്ളത്? ഗാന്ധിജിയുടെ ആ 5 യാത്രകളും അദ്ദേഹം തുടക്കമിട്ട മാറ്റങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ?
ഇതൊന്നാലോചിച്ച് നോക്കൂ.